റംബൂട്ടാൻ ഈ വർഷം മിക്ക വീടുകളിലും ഉണ്ടായി എങ്കിലും മികച്ച രീതിയിൽ വിളവെടുക്കാനോ അതല്ലെങ്കിൽ നല്ല റംബൂട്ടാനോ അതിൽ നിന്ന് ലഭിക്കുകയുണ്ടായില്ല. എന്താണ് ഇതിന് കാരണം? അപ്പോൾ ഉണ്ടായി നമുക്ക് കിട്ടുന്ന റംബൂട്ടാൻ ഏകദേശം ഇതേപോലെയാണ്. അതായത് എല്ലാ വീടുകളിലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ കാമ്പ് തീരെ ഇല്ല, വളരെ ശുഷ്കിച്ച്, അതായത് പഴുത്തിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്, മഞ്ഞ കളറിലേക്ക് മാറി വരുമ്പോഴേക്കും ഇത് കൊഴിഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട്. നല്ല റെഡ് നിറത്തിലുള്ള ആ റംബൂട്ടാനായിട്ട് നമുക്കിത് ലഭിക്കുന്നില്ല. അപ്പോൾ അത് ഈ വർഷം ഉണ്ടായ ഒരു പ്രശ്നമാണ്. അത് കാലാവസ്ഥയിലുണ്ടായ ഒരു വ്യതിയാനത്തിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത്. ഇത് മിക്ക സ്ഥലങ്ങളിലും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ റംബൂട്ടാൻ ആദ്യമേ ഉണ്ടായിട്ടോ. അപ്പോൾ ആദ്യമേ ഉണ്ടായി കിട്ടിയ റംബൂട്ടാൻ നല്ല രീതിയിൽ വളരുകയും നല്ല ഫ്രൂട്ടായിട്ട് തന്നെ നമ്മളത് കൊടുക്കുകയും ചെയ്തു, നല്ല വിലയിൽ ലഭിച്ചു. പക്ഷേ രണ്ടാമത് ഉണ്ടായ റംബൂട്ടാനാണ് ഇപ്പോൾ വിളവെടുക്കുന്നത്. അതായത് ഇപ്പോൾ ഓഗസ്റ്റ് മാസത്തിലൊക്കെയാണ് അത് പഴുത്ത് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് എല്ലാം കൊഴിഞ്ഞു പോവുകയും, ഇനി കൊഴിയാതിരുന്നാൽ തന്നെ അതിനകത്ത് നമുക്ക് ഉള്ളിലുള്ള ഫ്ലഷ് വളരെ ശുഷ്കിച്ചാണ് ഇരിക്കുന്നത്. എന്തെങ്കിലും മധുരവും കുറവാണ്, നമുക്ക് വിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇതിപ്പോൾ സ്ഥലം എന്ന് പറയുന്നത് അങ്കമാലിക്ക് അടുത്ത് തുറവൂരാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ വീട്ടിലെ റംബൂട്ടാൻ 2-3 പ്രാവശ്യം ഉണ്ടാകുമെന്ന് ഞാൻ പല വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ആർക്കും വിശ്വാസമായിട്ടില്ല. അപ്പോൾ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കാണുന്നത് ഇത് കണ്ടോ, ഇത് പഴുത്ത് പാകമായിട്ട് നിൽക്കുന്ന റംബൂട്ടാനാണ്. ഇത് ഇവിടെയൊക്കെ കണ്ടോ പഴുത്ത് പാകമായിട്ട് നിൽക്കുന്ന റംബൂട്ടാനുണ്ട്. അതേപോലെ തന്നെ ഇവിടെ പച്ച നിറത്തിൽ, അതായത് വളരെ ചെറിയ റംബൂട്ടാനുണ്ട്. അതേപോലെ തന്നെ ഇവിടെ കണ്ടത് ഇത് പൂത്തു നിൽക്കുന്ന റംബൂട്ടാനും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതായത് 3 സ്റ്റെപ്പിലായിട്ടാണ് ഇവിടെ റംബൂട്ടാൻ ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ ഉണ്ടായ റംബൂട്ടാൻ പഴുത്ത് കിട്ടും, പിന്നീട് റംബൂട്ടാൻ പച്ച നിറത്തിലുള്ളത് അത് നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ ആവും, പിന്നെ പൂക്കുന്ന റംബൂട്ടാനും വലുതായി കിട്ടും. അങ്ങനെ 3 സ്റ്റെപ്പിൽ നമുക്ക് ഇവിടെ റംബൂട്ടാൻ ഉണ്ടായി കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഈ മൂന്നാമതായിട്ട് പൂത്ത് ഉണ്ടായ റംബൂട്ടാനാണ് ഇപ്പോൾ നമുക്ക് ഈ ഓഗസ്റ്റ് മാസത്തിലേക്ക് വിളവെടുപ്പിന് ഭാഗമായി വരുന്നത്. അപ്പോൾ ആ റംബൂട്ടാനിലാണ് നമുക്ക് ഈ പ്രശ്നം കണ്ടുവരുന്നത്. അപ്പോൾ ഇതേപോലെ 3 പ്രാവശ്യമൊന്നും എല്ലാ സ്ഥലങ്ങളിലും റംബൂട്ടാൻ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. നമുക്കിവിടെ 2-3 ഘട്ടമായിട്ട് തന്നെ ശരിക്കും റംബൂട്ടാൻ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആദ്യം ഉണ്ടായ റംബൂട്ടാൻ നല്ല വലുപ്പത്തിലും നല്ല രുചിയും നല്ല വിലയും കിട്ടിയതാണ്. അതായത് 2024 തന്നെ. അപ്പോൾ ഇപ്പോൾ ഉണ്ടാവുകയും ഇപ്പോൾ നിൽക്കുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ റംബൂട്ടാനാണ് വളർന്ന് വലുതായപ്പോൾ ഈ പ്രശ്നം ഉണ്ടാവുന്നത്. ശരിക്കും റംബൂട്ടാൻ ഒരു ജൂൺ മാസത്തിലൊക്കെ വിളവെടുത്ത് തീരേണ്ട ഒരു ഇതാണ്. പക്ഷേ ഈ കാലാവസ്ഥയിലുണ്ടായൊരു വ്യതിയാനവും ശക്തമായ മഴയൊക്കെ മൂലമായിരിക്കണം ഇപ്പോഴും അത് എല്ലാ മരങ്ങളിലും നിറയെ പച്ച നിറത്തിൽ തന്നെ കിടക്കുകയാണ്. അതൊന്നും പഴുത്ത് നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ വിപണിയിൽ ഈ പ്രാവശ്യം റംബൂട്ടാൻ തീരെ കുറവാണ്. മറ്റത് റോഡ് സൈഡിലൊക്കെ എന്തോരം റംബൂട്ടാൻ വിൽക്കുന്ന നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഈ പ്രാവശ്യം ഒന്നുമില്ല. കാരണം എല്ലാ സ്ഥലങ്ങളിലും ഇത് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ വളത്തിൻ്റെ കുറവോ അതല്ലെങ്കിൽ മരുന്നടിക്കാത്തത് കൊണ്ടോ ഒന്നും അല്ല കേട്ടോ ഈ പ്രശ്നം. കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനം കൊണ്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ആദ്യം ഉണ്ടായി കിട്ടിയ ജൂണിന് മുന്നേ നമുക്ക് വിളവെടുക്കാൻ പറ്റിയ റംബൂട്ടാനുകളെല്ലാം നല്ല രീതിയിൽ തന്നെ ഈ വർഷവും നമുക്ക് വിളവെടുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ വൈകി ഉണ്ടായ റംബൂട്ടാൻ മാത്രമാണ് ഈ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.